നസീർ അസരി ആകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ആളാണ് പേരോട്. പേരോടിൻ്റെ പോയിന്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ തീരുമാനിക്കണ്ട എന്താ സൂക്ഷ്മത. എന്തിനാ നമ്മൾ വ്യക്തികളെ ചർച്ച ചെയ്യുന്നത്? വ്യക്തികൾ ആശയം പഠിപ്പിക്കുമ്പോൾ അവരെ ചർച്ച ചെയ്യേണ്ടി വരും. എന്തിനാ തബ്ബത്ത് യദാ അബീലഹബ് എന്ന് പറഞ്ഞത്? വ്യക്തിയല്ലേ അബൂലഹബ്? ഇബ്നു അബ്ദുൽ വഹാബ് വ്യക്തിയല്ലേ? പേരോട് വ്യക്തിയല്ലേ? ഉമർ മൗലവി വ്യക്തിയല്ലേ? വിഷലിപ്തമായ ആശയം പറയുമ്പോൾ അത് പറയേണ്ടി വരും. എന്നിട്ട് അതാ പറഞ്ഞു, നമ്മൾ എന്തിനാ പറയുന്നത്? വാഴക്കാട്ട് എന്തൊക്കെയാ പറഞ്ഞ് നിങ്ങൾ കേട്ടതാണല്ലോ. അതൊക്കെ കേട്ടു നോക്കൂ. ഇവിടെ BKF വരട്ടെ. വിഷയങ്ങളെയും പണ്ഡിതന്മാരെയും സമീപിക്കേണ്ടത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വ്യക്തികളെ അല്ല വിഷയം, നമ്മളുടെ എന്താണ് സബ്ജക്റ്റ്, മൗദൂ എന്താണ്, അതാണ് വിഷയം. അപ്പോൾ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിൽ തിരിച്ചും മറിച്ചും കാണും. എന്താപ്പം ചെയ്യാം? എന്ത് ചെയ്യാനാ? നമ്മളയാളെ പറ്റി അയാളെ ഹിസാബ് എടുക്കാനൊന്നും അത് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ വിശ്വാസം റെഡിയാക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അയാളെ ഹിസാബ് എടുക്കേണ്ട ആവശ്യം നമുക്കെന്താ? അപ്പം നമുക്കെന്ത് വേണം? നമുക്ക് ശരി ഏതാണെന്ന് കണ്ടെത്തണം. ആ ശരി ഏതാണെന്ന് കണ്ടെത്താനുള്ള മാർഗം എന്താ? നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ച എന്താണോ മുൻഗാമികൾ ഇതിലും പഠിപ്പിച്ചിട്ടില്ലേ? നമ്മളെന്തിനാ പോകുന്നത്? അയാൾ എന്തോ ആയിക്കോട്ടെ, ആ ഫസ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. തൗബ ചെയ്തു എന്ന് പറയണല്ലോ. തൗബ ചെയ്താ പിന്നെ അത്തായിബിനല്ലേ? തൗബ ചെയ്താ പിന്നെ ആൾ ഉഷാറായല്ലോ. അതിന് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കൊണ്ടുവരാം. നമ്മളെന്തിനാ മൂപ്പരെ കുറ്റം പറയുന്നത്? മൂപ്പരങ്ങനെ പറഞ്ഞു അല്ലേന്ന് നമുക്കറിയോ? മൂപ്പരെ കുറിച്ച് ഞങ്ങളുടെ ഇമാമീങ്ങൾ പറഞ്ഞ നിലപാടുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഇബ്നു തൈമിയെ കുറിച്ച് വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? അന്നഹു മുബ്തദിഉൻ, അയാൾ മുബ്തദിആണ്, പുത്തൻവാദിയാണ് എന്ന് വിശ്വസിച്ചോളണം. തീരുമാനം പറയണ്ട എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ പറഞ്ഞ തീരുമാനം ഞങ്ങൾ സാവിയത്തു സൂഫിയ പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് 2025 ഈ കൊണ്ടോട്ടിയിൽ വന്ന് ഇബ്നു തൈമിയെ കുറിച്ച് തീരുമാനം പറയണ്ട എന്ന് പറഞ്ഞവരുടെ മുഴുവൻ വാദങ്ങളെയും അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് ഞങ്ങൾ ആ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഇബ്നു തൈമിയെ കുറിച്ച് വിശ്വസിച്ചോളണം, അയാൾ മുബ്തദിആണ്, വഴിപഴച്ച ബിദ്അത്തുകാരനാണ്. അതിനേക്കാൾ വല്ല സൂക്ഷ്മക്കാരനൊന്നും ഒരുത്തനും നീച്ചു വരണ്ട. ഇനി അയാൾ ഒന്നുകൂടി പോവാണ്. എന്താ പറയുന്ന അറിയോ? മൂപ്പരെ കിതാബിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ബാക്കിയുള്ളതൊക്കെ ഉറപ്പാ. എടോ, ഇബ്നു അബ്ദുൽ വഹാബിന് എങ്ങനെയാണ് എനിക്ക് ഉറപ്പുണ്ടാവോ? ഒന്നിലും ഉറപ്പില്ലാത്തൊരു സാധനം ഇയാണ് എന്നുള്ളത് എനിക്ക് വല്ല ഉറപ്പുണ്ടോ? വേറെ വല്ല ജിന്നും വന്നതാണെങ്കിലോ? ചെക്കായിട്ട് ബീവിൻ്റെ അടുത്ത് പോയാൽ അപ്പൊ എന്തിനാ ഉറപ്പുള്ള ആൾക്ക്? ഒന്ന് പറഞ്ഞോട്ടോളൂ, പറയട്ടെ. അതിപ്പോ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ടുണ്ട്. ഈ എന്ന ഗ്രന്ഥം അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല. അയാളെ കൈപ്പടാണ്ട് നമുക്കിട്ട് അറിഞ്ഞും കൂടാ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരി എന്നെങ്ങനെയാ വെക്കുക? അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ച്, ഒന്നിൽ അങ്ങനെയും കാണുന്നു, ഒന്നിൽ ഇങ്ങനെയും കാണുന്നു. നമ്മളെന്താ ചെയ്യുക? നമ്മളൊന്നും ചെയ്യാനില്ല. നമ്മൾ പണ്ട പഠിച്ച ആ ശരി തരീക്കത്തിൽ തന്നെ അങ്ങ് പോയാച്ചാൽ മതി. നമ്മൾ പണ്ടേ നമ്മളെ ഉസ്താദുമാർ പഠിപ്പിച്ച ആ ശരി തരീക്കത്തുണ്ടല്ലോ, അതിൽ അങ്ങ് പോയാൽ മതി. നമ്മളതിനാണ് നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടോ? അദ്ദേഹത്തിനെ ഹിസാബ് ചെയ്യുന്നു നമ്മളല്ല, അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുന്നു നമ്മളല്ല. അത് അല്ലല്ലേ? നമുക്ക് ഡ്യൂട്ടി ഇല്ലല്ലോ. ഡ്യൂട്ടി ഉണ്ട്. മുൻഗാമികൾ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അത് പറഞ്ഞോളണം. അതാണ് ആലിമിന്റെ ഡ്യൂട്ടി. ഇബ്നു തൈമിയ അങ്ങനെ നന്നാക്കാനൊന്നും മോനെ നടക്കൂലട്ടോ ഈ കാലത്തൊന്നും. അത് എവിടുന്നാ നീച്ചു വരുന്നത്? ളാല്ലുൻ വഴിപഴച്ചു, മുദില്ലുൻ വഴിപഴപ്പിച്ചു, മുബ്തദിയുൻ പുത്തൻവാദി, ഒബിയുൻ വിഡ്ഢി, ജാഹിലുൻ അറിവില്ലാത്തവൻ. അത് പറഞ്ഞോളണം. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം.
ഈ വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ. എന്നിട്ട് അയാൾ പറയാ അയാളെ കിതാബിൽ തന്നെ രണ്ടും ഉണ്ടെങ്കിലോ അതാണോ പുത്തൻവാദിന്റെ ലക്ഷണം? അങ്ങനെയാണ് ഈ മുജാഹിദിനെ എന്ത് ചെയ്യും? ഒരേ വഹാബി ഒരു സ്ഥലത്തൊന്ന് പറയും, അതിനെതിരും പറയൂലേ? അതുകൊണ്ട് അയാൾ മഹത്വവൽക്കരിക്കല. അത് ഒരു വൈരുദ്ധ്യം പറയും. കാരണം എന്താ? ഒരു സ്വന്തം ഉണ്ടാക്കുന്ന ദീന, അതിൽ വൈരുദ്ധ്യം ഉണ്ടാവുന്ന ഉറപ്പല്ലേ? അതാണ് ഒരാളെ മഹത്വവൽക്കരിക്കാനുള്ള കാരണം. എത്രത്തോളം എന്നറിയോ? ദഹബി ഇബ്നു തൈമിയ്യയുടെ സ്വന്തം ശിഷ്യനാണ്, മനസ്സിലാക്കണം. ദഹബി ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉസ്താദ് ഒരു ചൂടനാണ്. ചിലപ്പോൾ ചൂട് കയറിയിട്ട് അയാൾ ദേഷ്യം പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞു പോകും. ദഹബി അയാളെ വിശ്വാസക്കാരനുമാണ് പലതിലും. പക്ഷെ പേരോടിൻ്റെ അർത്ഥത്തിൽ പറയാം, ആണോ നമുക്കറിയില്ലല്ലോ ചൂടനാണ്. ചൂടനാന്ന് അനുഭവിച്ച ആളാണ് ഈ പറയുന്നത്. ഈ ചൂടനത് തിരിയില്ല. ഈ ചെക്കൻ മനസ്സിലാക്കേണ്ടതൊക്കെ. ദഹബി പറഞ്ഞതിനെ കുറിച്ച് ഇയാൾ പിന്നെ നന്നാക്കുക. എന്ത്? നമ്മളയാളെ കണ്ടില്ലല്ലോ, നമ്മളയാളോടൊപ്പം കാപ്പി കുടിച്ചില്ലല്ലോ. എന്തൊക്കെയാണ് ഇബ്നു തൈമിയ്യ നന്ദി AP സമസ്തയാണെന്നുള്ളത് മറക്കണ്ട. അതാ നമ്മളെ മശായിഖ് പറഞ്ഞത്, ഈ എന്ത് പറയണം എന്നുള്ളത് വരെ ഞങ്ങളെ മശായിഖ് തീരുമാനിക്കുന്നു. ബോധത്തോടുകൂടി എന്നിട്ട് വിഷയം മാറ്റല്ലേ, പാണക്കാട്ടേക്ക് വണ്ടി തിരിക്കാന്നാ. പാണക്കാടിന്റെ മഹത്വത്തിലുണ്ട്. ബിദ്അത്തിലേക്ക് പോയ AP സമസ്ത മറ്റേ ആള് പറഞ്ഞ പോലെ സെൽഫ് ഗോൾ അടിച്ച് നടക്കല്ലേന്ന് അത്ര കാലം. ഒന്ന് കേട്ടോളൂ, ദഹബിന്റെ വാക്ക് വരെ അയാൾ നന്നാക്കണ്. നമ്മൾ സ്വീകരിക്കുന്ന മാർഗം ഇനി ഇതിൽ തന്നെ കുറെ വിശദീകരിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പല അഭിപ്രായക്കാരായി എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ദഹബിയുടെ വാചകം ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചില ചർച്ചകളിലൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചൂടായ ചിലപ്പോൾ അയാൾ പല സംഗതിയും പറയുമ്പോൾ ചിലപ്പോൾ റെഡി ഉണ്ടാവില്ല എന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അത് ദഹബിന്റെ കിതാബിൽ ദഹബിയും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാന്നല്ലാതെ നമ്മളെ കയ്യിൽ നമ്മളെന്തിനാ വെറുതെ അദ്ദേഹത്തെ പറഞ്ഞു? നമ്മളെ അയാൾ കണ്ടിട്ടുമില്ല, അയാൾ ശബ്ദം കേട്ടിട്ടുമില്ല, നമ്മളയാൾ ഇവിടെ ചായ കുടിച്ചിട്ടില്ല, കാപ്പിയും കുടിച്ചിട്ടില്ല. വർത്താനം. നമ്മളയാളെ കൂടെ ചായ കുടിച്ചിട്ടില്ല, അയാളൊപ്പം കിടന്നിട്ടില്ല, അയാളൊപ്പം ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അയാളെക്കുറിച്ച് ദഹബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആർക്കറിയാതൊന്നും ഉണ്ടാവില്ലേ, ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ എടുത്ത ഉസൂലാണോ ഈ എടുത്തുകൊണ്ട് വരുന്നത്? ഒരാളെ കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ അയാളൊപ്പം പോയി ചായ കുടിക്കണോ? ഇനിയിപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബ് പയച്ചാളാന്ന് പറയണമെങ്കിൽ അയാൾ കബർന്ന് നീച്ചിട്ട് നമ്മളും ഇയാളും കൂടി കാപ്പി കുടിക്കണം. നമ്മളെ കണ്ടിട്ടില്ല, കാണാത്ത പോലെ പറയാൻ പറ്റൂല. അതിനല്ലേ ഇബ്നു ഹജർ, അതിനല്ലേ ഇമാം സുബ്ഹി, കണ്ട ആളുപടല്ലേ? അതിനല്ലേ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി. നമ്മൾ നേരെ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാൾ വിശ്വാസമാണ് ഇബ്നു ഹജർ പറഞ്ഞതിനെ, ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെ. എന്തൊക്കെ ഉടായിപ്പ ഈ ചങ്ങാതി ഉണ്ടാക്കി പോരുന്നത് പറഞ്ഞിട്ടില്ല അത്രേ. ദഹബി പറഞ്ഞതുപോലും മൂപ്പർക്ക് വിശ്വാസമായിട്ടില്ല എന്ന്. ഇനി അലിയാർ തങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പേരോട് പറയട്ടെ, ഉറപ്പില്ലല്ലോ. ഓനെ എഴുതുന്ന ഇനി ഉറപ്പ് കിട്ടുക, വെച്ചു കൊടുക്ക്. പോയടത്തിൽ നഷ്ടായിരിക്കും എന്ന് പറഞ്ഞു. പലപ്പോഴും ഖിലാഫത്ത് കിട്ടാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്, അധികാരം കിട്ടാൻ ശ്രമിച്ച ആളാണെന്ന് പറഞ്ഞു. ഫലം ഞാനല്ല, എന്നിട്ട് കിട്ടാഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. വൈനമാ ഖാതലി റിയാസത്തിൽ ആര് ദിയാനത്തി, അങ്ങനെ നേതൃത്വം കിട്ടാനേനു അലി ഇബ്നു അബീ താലിബ് യുദ്ധം ചെയ്തല്ലാതെ പരിശുദ്ധ ദീനിനു വേണ്ടിയല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമുക്കറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പാതിജി പറഞ്ഞ എന്താ ഈ പറഞ്ഞു വരുത്തുന്നുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കി. സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് വിടുകയാണ്. അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയില്ലല്ലോ. ഓലെന്നല്ലേ ഇത് പറഞ്ഞു തരേണ്ടത്? ഇബ്നു തൈമിയെ ന്യായീകരിക്കാൻ ഉലമാ പറഞ്ഞതിൽ ഉറപ്പില്ലത്രേ. ഇബ്നു തൈമിയ പറഞ്ഞില്ലോ ഭയങ്കര ഉറപ്പാണ്, അതിലിഞ്ഞ് ഉറപ്പിന് മാറ്റമില്ല. തൗബ ഇത് പറഞ്ഞതിൽ ഭയങ്കര ഉറപ്പാണല്ലോ. എന്നാലേ ഉറപ്പിച്ച് ഞങ്ങൾ തരാം, ഇതൊക്കെ നിങ്ങളെ കൊണ്ട് തന്നെ ഉറപ്പിച്ചു തരാം. പണ്ട് ഞാൻ പെടുന്ന് കേൾപ്പിച്ചല്ലോ വായക്കാട്, അത് കേൾപ്പിച്ചതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. 3 വർഷം മുമ്പ് ഇതേ ബുഖാരി നടത്തിയ ആ ഫെസ്റ്റിൽ ഏതെങ്കിലും പറയട്ടെ, ഇബ്നു ഹജർ തങ്ങൾ എന്താ പറഞ്ഞത്, എന്താ അഹ്ലുസുന്നയുടെ നിലപാട്, ഇതൊക്കെ ഉള്ളതാണോ ഈ ചങ്ങായിക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്ക്. വേഗം പറയും. വിഷയങ്ങൾ വിശദീകരിച്ചത്
ഇബ്നു തൈമിയ്യയുടെ ആശയങ്ങൾ ഇബ്നു തൈമിയ്യയുടെ കിതാബുകളിലൂടെയും പിൻതലമുറക്കാരായ ശിഷ്യന്മാരുടെ വിലയിരുത്തലുകളിലൂടെയുമാണ് അവരെ എല്ലാവരും വിലയിരുത്താറുള്ളത്. ഇങ്ങനെയൊക്കെ ചില ആരെങ്കിലും പുകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 40 വയസ്സിൻ്റെ മുമ്പ് ഇത്തരം കുറേ സംഭവങ്ങൾ, അപകടകരമായ വാദങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥയിൽ പറഞ്ഞ വശങ്ങൾ നോക്കിയിട്ടാവാം അത്. ഒരു കാര്യം ഉറപ്പാണ്, ഇബ്നു തൈമിയ്യയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് ആശയങ്ങൾ, സൂചിപ്പിക്കപ്പെട്ട പോലെ 60-ലധികം വിഷയങ്ങൾ പ്രമാണ നിരുദ്ധമാണ്, പൂർവികരായ സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്നതിനെതിരാണ്. ഇബ്നു തൈമിയ്യയുടെ അപകടകരമായ വിഷയങ്ങളിലും വിശ്വാസങ്ങളിലും സഹാബിമാർ, നബി തങ്ങളുടെ അനുചരന്മാർ പോലും ഒഴിവായിട്ടില്ല. അല്ലാമ ഹിസ്നി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കശ്ഫുൽ ഉദ്ധരിക്കുന്നത് കാണാം. ഇബ്നു തൈമിയ്യയുടെ സിറാത്തുൽ മുസ്തഖീം, ഇഖ്തിലാ അല്ല അസ്സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഈമാനിനെയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസത്തെയും ചോദ്യം ചെയ്ത് ശരിയായ വിശ്വാസികളല്ല എന്നുവരെ പറഞ്ഞിട്ടുണ്ട് എന്ന വാദം. എത്ര വ്യക്തമായിട്ടാണ് ഒരു 3 വർഷം മുമ്പ് വരെ ഇത് പറയുന്നത്. ഈ ഒരു 3 വർഷം കൊണ്ട് നിങ്ങൾ എത്ര മാറി. ഇനി ഇയാൾക്ക് ഇത് പറയാൻ കഴിയില്ല. വെല്ലുവിളിക്കാൻ ഞാൻ വേലങ്കുളെന്ന് പറയട്ടെ, എന്നാല് ആൾ പുറത്താവും. ഒരാൾക്ക് വേണ്ടി ഇവരിങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുക. ആ നഈമൊക്കെ എന്തിനിരിക്കുക അവിടെ? അതാ ഞാൻ ചോദിച്ചത്. ദേശീയ നേതാവാണല്ലോ, മറ്റേ സംസ്ഥാന നേതാവും, രണ്ടാളും കൂടി കുത്തർന്നു കണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എടുക്കാതെ എത്തിക്കണ്. അലി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഈ മഹത്തുക്കൾക്കെതിരെ ഇബ്നു തൈമിയ്യ സംസാരിച്ചു എന്ന് അല്ലാമ ഹിസ്നിയുടെ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറയുന്ന ആരാ? ഏലംകുളം സഖാഫിയാണ്. പേരോണ്ണോ? അത് ഉറപ്പില്ല. നമ്മൾ അയാളെ കൂടെ ചായ കുടിച്ചിട്ടില്ലല്ലോ, പിന്നെങ്ങനെ അയാളെ വിശ്വാസമൊക്കെ നമുക്കറിയാൻ പറ്റുക? നമ്മളതിന് വിധി പറയേണ്ടതില്ലല്ലോ.